മഴ തോരും മുമ്പേടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. അങ്ങനെ അലീന ഹോസ്പിറ്റലിലാവുകയാണ്. കാരണം വൈജയന്തിയും ബബിതയുമാണ്. സ്വന്തം ഭാര്യയും മകളുമാണ് അലീനയോട് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്ന് മനസ്സിലാക്കുന്ന ബാലചന്ദ്രന് അവരെ ജയിലിലേക്ക് അയക്കാനോ ഒന്നും കഴിയാത്തൊരു മാനസികാവസ്ഥയിലാണുള്ളത്. അങ്ങനെ ഇരിക്കെയാണ് കമല വൈജയന്തിയെ ഫോൺ ചെയ്യുന്നത്. എന്നിട്ട് കമല ചോദിക്കുന്നുണ്ട്, വൈജയന്തി എങ്ങനെയുണ്ട് നിനക്ക്? ഇപ്പോൾ കുറച്ചൊക്കെ ഭേദമുണ്ടോ? പഴയതുപോലെയൊക്കെ ആവാറൊക്കെ ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, കുഴപ്പമില്ല കമലയിടത്തി, അങ്ങനെ അങ്ങ് പോകുന്നു. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, വൈജയന്തി ഞാനിപ്പോൾ വിളിച്ചത് വേറൊന്നുമല്ല, ഞാൻ മനുവിനെ വിളിച്ചിട്ടാണെങ്കിൽ അവൻ ഫോൺ എടുക്കുന്നില്ല. അവൻ എവിടെയാണോ എന്തോ, എറണാകുളത്ത് പോകുന്നെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അവൻ അവിടെ എത്താനുള്ള സമയമൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിലും അവനിപ്പോൾ ഞാൻ ഹരിയുടെ കാര്യം പറയാനാണെന്ന് വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. എന്തായാലും ഞാൻ വിളിക്കുമ്പോൾ ഹരിയുടെ കാര്യം ഞാൻ അവനോട് ചോദിക്കും. അങ്ങനെയാണ് അവന് ദേഷ്യം വരുന്നത്. ഇനി അങ്ങനെ എങ്ങാനും ആണോ അവൻ എൻ്റെ ഫോൺ കാണുമ്പോൾ എടുക്കാത്തതെന്നാ ഒരു സംശയം. നിങ്ങളാരെങ്കിലും വിളിച്ചോന്നറിയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. അപ്പോൾ വനജ പറയുന്നുണ്ട്, ഇല്ല കമലയേട്ടത്തി, ഞങ്ങളെ ആരെയും വിളിച്ചില്ല. പക്ഷേ അവനിപ്പോൾ എവിടെ ഉണ്ടായിരിക്കുമെന്ന് എനിക്കൊരു ഊഹമൊക്കെ ഉണ്ട്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, അതെന്താ വൈജയ് അങ്ങനെ ഒരു ഊഹം? അവനിപ്പോൾ എവിടെയാണ് ഉള്ളത്? നിനക്കെങ്ങനെ അറിയാം അവൻ എവിടെയാണ് ഉള്ളതെന്ന്? അത് കമലയിടത്തി, ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി വൈജയ്, എന്തുണ്ടായെന്ന്? നിനക്ക് എന്തെങ്കിലും അസുഖം കൂടിയോ? അതോ ബാലചന്ദ്രന് പിന്നെ എന്തെങ്കിലും അറ്റാക്ക് എന്തെങ്കിലും ഉണ്ടായോ? എന്ത് പറ്റി? ടെൻഷൻ അടുപ്പിക്കല്ലേ വൈജയ്. ഒന്നാമതേ ഇതെല്ലാം ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കമില്ല. ഇനി എന്താണെന്ന് വെച്ചാൽ നീ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറയും. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, കമലയിടത്തി അത് വേറൊന്നുമല്ല. എന്തായാലും ഞാൻ കമലയിടത്തിയോട് പറയാം. അല്ലെങ്കിൽ മനു വഴിയായിരുന്നാലും കമലയിടത്തി കാര്യങ്ങളെല്ലാം അറിയും. അതെന്തെന്ന് വെച്ചാൽ അലീന, ആ പെണ്ണില്ലേ, അവൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, അലീന ഹോസ്പിറ്റലിലോ? എന്തു പറ്റി? അപ്പോൾ വൈജ പറയാണ്, അത് ഞാനാണെങ്കിൽ ഇവിടെ, എനിക്കാണെങ്കിൽ ആ പെണ്ണിനെ കണ്ടുകൂടാന്നുള്ള കാര്യം കമലയിടത്തേക്ക് അറിയാമല്ലോ. എങ്ങനെയെങ്കിലുമൊക്കെ പണ്ട് അവൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. പക്ഷേ അതൊന്നും നല്ലതെന്നായിട്ട് നടന്നുമില്ല. അവസാനം ഞാൻ ബബിതയോട് വെറുതെ പറഞ്ഞു, ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. അതിനിപ്പോൾ എന്താ വഴിയെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. വല്ല പോയിസണോ എന്തെങ്കിലും കലക്കി കൊടുത്തിട്ട് അവളെ അങ്ങ് ഹോസ്പിറ്റലിലാക്കാം. അങ്ങനെയെങ്കിലും കുറച്ച് ദിവസം ഇവിടെ ഒന്ന് മാറി കിട്ടുമല്ലോ, സ്വസ്ഥത കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഞാൻ ബബിതയോട് വെറുതെ ഒന്ന് പറഞ്ഞു പോയതാ. ബബിതയ്ക്കാണെങ്കിലും കമലയിടത്തേക്ക് അറിയാമല്ലോ, കൃഷ്ണമോളെ പോലെ അല്ല. അവളെ ആണെങ്കിൽ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അലീനയാണെങ്കിൽ അവളെ കൂടുതൽ ഭരിക്കാൻ വരും. അതൊന്നും അവൾക്ക് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് അവൾ എങ്ങനെയെങ്കിലും ഇവിടെ അലീനയെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് തക്ക നോക്കിയിരിക്കുക. ഈ പറഞ്ഞതിൻ്റെ പിന്നാലെ അവൾ അലീനയ്ക്ക് കുറച്ച് വിഷം കലക്കി കൊടുത്തു. ആ സമയത്ത് കമല ചോദിക്കുന്നുണ്ട്, എന്താ വൈജയ് പറയുന്നത്? അലീനയ്ക്ക് വിഷം കലക്കി കൊടുത്തെന്നോ? എന്നിട്ടിപ്പോൾ എന്തായി അവസ്ഥ? അലീനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ കമല വൈജയന്തി പറയുന്നുണ്ട്, ഒന്നും അറിയില്ല, എന്ത് പറ്റിയൊന്നൊന്നും ആരെയും വിളിച്ച് ചോദിക്കാനും പറ്റുന്നില്ല. ഞാനും ബബിതയും കൂടെ ചേർന്നാണ് ഇത് കുറ്റം ചെയ്തതെന്ന് ബാലചന്ദ്രന് മനസ്സിലായി. ബബിതയാണെങ്കിൽ ആ കുറ്റം മുഴുവനും എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചു. ഇനി എനിക്ക് ഒന്നും ആരെയും വിളിച്ച് അന്വേഷിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഞാനിവിടെ കിടക്കുവാണ്. ഞങ്ങളായതുകൊണ്ട് ബാലചന്ദ്രൻ ഇവിടെ നിന്ന് നല്ലോണം നല്ല പൊടി പൊടിച്ചു. ഇന്നലെ ഞങ്ങളെ ഉറക്കാൻ സമ്മതിച്ചില്ല. ഞാൻ വിചാരിച്ചു അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് ഞങ്ങളെ രണ്ടുപേരെയും ജയിലിലാക്കുമെന്ന്. എന്തോ ഭാഗ്യം, മോളും ഭാര്യ ആയതുകൊണ്ടായിരിക്കും അയാൾ ഒന്നും മിണ്ടാത്തത്. ഞാൻ അതുകൊണ്ടിവിടെ എന്ത് സംഭവിച്ചു എന്നറിയാതെ ഇരിക്കുകയാണ്. കമലയിടത്തി ഒരു സഹായം ചെയ്യുമോ? എങ്ങനെയെങ്കിലും ഈ വിവരം എന്ത് പറ്റിയെന്ന് ഒന്നറിയാനാണ്. ആരെങ്കിലും ഒന്ന് വിളിച്ചൊന്ന് അന്വേഷിക്കുമോ എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, എന്താ വൈജയ് ഈ പറയുന്നത്? ഒന്നാമത് ബാലചന്ദ്രനെ എന്നെ കണ്ടുകൂടാ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ബാലചന്ദ്രനെ വിളിക്കൂല. മനുവിനെ വിളിച്ചാലാണെങ്കിൽ അവന് ഫോണും എടുക്കുന്നില്ല. ഞാൻ പിന്നെ ഇതെങ്ങനെ അറിയാനാണ് എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും കമലയിടത്തെ ഒന്ന് വിളിച്ചു നോക്ക്, മനുവിനെ വിളിച്ചു നോക്ക്. അപ്പോൾ കമല പറയുന്നുണ്ട്, നിന്നോടല്ലേ വൈജയ് ഞാൻ പറഞ്ഞത്, മനുവിനെ ഞാൻ വിളിച്ചാൽ അവൻ ഫോൺ എടുക്കില്ല. പ്രത്യേകിച്ച് ഇനി ഹരിയുടെ കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞ് ഞാൻ അവനെ ഇറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവൻ തീരെ എൻ്റെ ഫോൺ കാണുമ്പോൾ എടുക്കാത്തത്. ഞാൻ പിന്നെ ആരെ വിളിക്കണം? എന്തായാലും ബാലചന്ദ്രനെ ഞാൻ വിളിക്കില്ല. ബാലചന്ദ്രൻ്റെ എന്നെ തീരെ കണ്ടുകൂടാ.
അതുകൊണ്ട് ഞാൻ ബാലചന്ദ്രനെ വിളിക്കില്ല. പക്ഷേ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ വൈജേ എന്ന് ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാൻ ആദ്യമേ വിളിച്ചപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഇപ്പോൾ കമലയെടുത്തേക്ക് എന്താ അലീനയോട് ചെറിയൊരു സിമ്പതിയൊക്കെ തോന്നുന്നുണ്ടല്ലോ, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, അത് വേറൊന്നും കൊണ്ടല്ല, മറ്റു പോലീസുകാരും വക്കീലന്മാരും ആരും ശ്രമിച്ചിട്ടും പറ്റാത്ത കാര്യങ്ങളല്ലേ അലീന ചെന്നിട്ട് സാധിച്ചെടുത്തത്. നിന്റെ മോനെ അവള് പുറത്തു കൊണ്ടുവന്നില്ലേ. മനു എന്തായാലും അവിടെ കാണും. എനിക്കാണെങ്കിൽ അതിന് ഭയങ്കര ദേഷ്യമുണ്ട്. പക്ഷെ ഈ സമയത്ത് അവളെ വെറുപ്പിക്കാനായിട്ട് എനിക്ക് കഴിയില്ല. മനു അവളെ പുറകെ തന്നെ കാണും. അവൾക്കൊരു തുമ്മൽ വന്നാലോ ജലദോഷം വന്നാലോ എന്തിനും അവൻ കൂടെ കാണും. ഈ സമയത്ത് എന്തായാലും എനിക്കതിനെ പ്രതികരിക്കാൻ പറ്റില്ല. അതിനൊരു അവസരം എനിക്ക് വരും. ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മോനെ പുറത്തിറക്കിയത് അവളൊന്നും അല്ല കമലയിടത്തി. അവൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവൻ പുറത്തിറങ്ങി. എന്നാൽ ഹരിയാണെങ്കിലോ, ഹരിയാണ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, എൻ്റെ മക്കളെയെല്ലാം വഴിതിരിപ്പിക്കുന്നത് ഹരിയാണ്. ബാക്കി 3 പേരില്ലേ കുറ്റം ചെയ്തത്, അവന്മാരെ എല്ലാം ഈ ഹരിയാണ് കൂട്ടിക്കൊണ്ടു വന്നത്. ഇപ്പോൾ ആരാണ് യഥാർത്ഥ പ്രതിയെന്ന് മനസ്സിലായില്ലേ കമലയിടത്തി. ആ സമയത്ത് കമല പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല വൈജേ, നിന്റെ മോനും കുറ്റക്കാരൻ തന്നെയാ. പിന്നെ ആരെങ്കിലും ഒരാളെ രക്ഷിക്കട്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അവൻ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഇതൊന്നും മിണ്ടാതിരുന്നത്. അവനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഇല്ല കമലയിടത്തി, അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അവനവിടെ പോയിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അന്വേഷിച്ച സമയത്ത് പോലീസ് പറഞ്ഞു അവൻ ആ പെണ്ണിനെ ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല എന്ന്. എല്ലാത്തിനും കാരണക്കാരൻ ആ ഹരിയാണ്. എന്നിട്ട് കമല പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ആ കാര്യമൊന്നും നിന്നോട് തർക്കിക്കാനായിട്ട് കഴിയില്ല വൈജെ. എന്തായാലും ഞാൻ ഫോൺ വയ്ക്കുന്നു. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോവാണ്. അലീനയെങ്കിൽ അലീന, അവൾ ചെന്ന് ഒന്ന് കരഞ്ഞ് കാല് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഹരിയെ അവൾ പുറത്തിറക്കിയാലോ. അല്ലാതെ ഇപ്പോൾ വേറെ ആരും വിചാരിച്ചിട്ട് അവനെ പുറത്തിറക്കില്ല. ഞാൻ മനുവിനോട് പലതവണ പറഞ്ഞു, മനു നിന്റെ അനിയനല്ലേടാ, അവനെ ഒന്ന് പുറത്തിറക്കാൻ നീ കൂടെ നിൽക്കുന്നു. ഒരു പാവപ്പെട്ട പെണ്ണിനെ പിച്ച് ചീന്തിയിട്ട് ഇനി ആ നെറുകെട്ടവനെ ഇനി ഞാൻ ഇറക്കിക്കൊണ്ട് വരണമെന്നോ? അതിന് മനുവിനെ കിട്ടൂല അത്രേ. ഞാൻ ശിവേട്ടനോട് പറഞ്ഞു. ശിവേട്ടനാണെങ്കിൽ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്, എന്നിട്ടും കഴിയുന്നില്ല വൈജെ. ഇനി ആ പെണ്ണ് വിചാരിച്ചാലെങ്കിലും എൻ്റെ മോനെ പുറത്തിറക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നിൻ്റെ മോൻ പുറത്തിറങ്ങിയതുകൊണ്ട് നിനക്ക് ആ ഒരു വിഷമമൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ഫോൺ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നിന്നെ ഞാൻ വിളിക്കാം. അങ്ങനെ അവർ ഫോൺ വെച്ചതിന് ശേഷം കമല നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ മനുവും ബാലചന്ദ്രനും ഒക്കെ പുറത്ത് നിൽക്കുന്നത് കമല കാണുന്നുണ്ട്. പിന്നെ മുഖത്ത് വലിയ ദേഷ്യമൊന്നും കാണിക്കാതെ തന്നെയാണ് കമല നേരെ മനുവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. മനു കമലയെ കാണുന്നതും ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇവിടെ ഇപ്പോൾ ആരെ കാണാൻ വന്നതാ എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, അത് മോനെ അലീനയുടെ കാര്യമല്ല, ഞാൻ അറിഞ്ഞു. അവൾക്ക് എന്ത് പറ്റിയടാ, അവളെ കാര്യം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. അലീനയുടെ കാര്യം നിങ്ങളോട് ആരാ പറഞ്ഞത്? അല്ലെങ്കിലും അലീനയോട് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ ഇത്ര ഒരു സ്നേഹം? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞയച്ചിട്ട് ഇവിടെ വന്നതാണോ? എന്തെങ്കിലും കാര്യങ്ങൾ അവൾ ചത്തോന്നോ ജീവിച്ചിരിപ്പുണ്ടോന്നോ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ പറഞ്ഞു വിട്ടതാണോ എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ആ കുട്ടിയുടെ വിവരം ഒന്ന് അറിയാൻ വേണ്ടി വന്നതേ ഉള്ളൂ. കമലയെ കാണുന്ന ബാലചന്ദ്രനും ഓടി വന്ന് കമലയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ, എന്ത് അറിയാനാണ് ഇവിടെ വന്നത്? വൈജയന്തി നിന്നെ പറഞ്ഞു വിട്ടതാണോ എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, എന്താ ബാലചന്ദ്ര ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ആ കുട്ടിയുടെ വിവരം ഒന്ന് അറിയാൻ വന്നതേ ഉള്ളൂ. എനിക്കിപ്പോൾ ആ കുട്ടിയുടെ പണ്ടത്തെ പോലെയുള്ള ദേഷ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കമല അലീനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഡോറ് തുറന്ന് കമല അലീനയ്ക്ക് അടുത്തെത്തുമ്പോൾ അവിടെ ഗ്രേസിയും രേവതിക്കുട്ടിയും നിൽപ്പുണ്ട്. കമലയുടെ ആ ഒരു അലീനയെ കാണുമ്പോൾ ഉള്ള ഒരു പെരുമാറ്റം കാണുമ്പോൾ രേവതിക്കുട്ടിക്കും അലീനയ്ക്കും വരെ അതിശയാവുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പതിയെ ഗ്രേസിയോട് പറയുന്നുണ്ട്, ആൻറ്റി ഇതാണ് മറ്റേ ആ പീഡനക്കാരൻ്റെ അമ്മ, ആ ഹരിയുടെ അമ്മ എന്ന് പറയുമ്പോൾ ഗ്രേസി പറയുന്നുണ്ട്, ഇതാണോ എന്നിങ്ങനെ അവർ രണ്ടുപേരും പതുക്കെ ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. കമലയാണെങ്കിൽ അലീനയെ കണ്ട ഉടനെ അടുത്തേക്ക് ചെന്നിരുന്ന് തലയിലൊക്കെ തലോടിയിട്ട് പറയുന്നുണ്ട്, മോളെ എന്ത് പറ്റി നിനക്ക്? പെട്ടെന്ന് ഇതെന്താ, എന്ത് സംഭവിച്ചതാണ്? ഞാൻ വീട്ടിൽ വിളിച്ചപ്പോൾ വൈജിയാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. മനുവിനെ ആണെങ്കിൽ ഞാൻ ഫോൺ വിളിച്ച സമയത്ത് അവൻ എടുക്കുന്നില്ല. അങ്ങനെ മനുവിൻ്റെ വിവരം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാണ് ഞാൻ വൈജിയെ വിളിച്ചത്. അപ്പോൾ വൈജിയാണ് പറഞ്ഞത് അവൻ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കാണും, അലീന ഹോസ്പിറ്റലിലാണ് എന്ന്.
എന്ത് പറ്റി മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീനയ്ക്കത് വല്ലാത്ത ഒരു അതിശയം ഉണ്ടാക്കുന്നുണ്ട്. എപ്പോഴും അലീനയോട് ദേഷ്യപ്പെട്ട് മാത്രം സംസാരിക്കുന്ന കമല ഇന്ന് അവളെ കാണുമ്പോൾ മോളേന്ന് വിളിച്ച് സംസാരിക്കുന്നു, തലയിൽ തലോടുന്നു. അപ്പോൾ അലീനയ്ക്ക് തന്നെ എന്തോ ഒരു പൊരുത്തക്കേടൊക്കെ അവൾക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് കമലയോട് പറയുന്നുണ്ട്, ഒന്നുമില്ല ആൻറ്റി, എന്തോ വിഷം ഉള്ളിപ്പോയതാ, അങ്ങനെയാണ്, അല്ലാതെ ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല ആൻറ്റി, എന്തോ ഉള്ളിൽ പോയതാ, അങ്ങനെ പറ്റിയതാ, ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാകും. ഡോക്ടർ പറയുന്നത് കുറേ ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണമെന്നാ. അല്ല, ഇതിപ്പോൾ പെട്ടെന്ന് 1-2 ദിവസം കൊണ്ട് ശരിയാകുമായിരിക്കും. എന്നിട്ട് ആ സമയത്ത് തന്നെ കമല അലീനയോട് പറയുന്നുണ്ട്, മോളെ നിനക്കിപ്പോൾ ഹരിയുടെ കാര്യമൊക്കെ അറിയാമല്ലോ, നീ കാരണം രോഹിത്തിനെ അവിടെ നിന്ന് വെറുതെ വിട്ടു. എങ്ങനെയെങ്കിലും നിനക്ക് സഹായിക്കാൻ കഴിയുമോ മോളെ? നിനക്കൊരമ്മയുടെ വിഷമമൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കുമല്ലോ. വൈജയന്തിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ആശ്വാസമായി രോഹിത്ത് ഇറങ്ങിയപ്പോൾ. എനിക്കാണെങ്കിൽ ഊണും ഇല്ല ഉറക്കവും ഇല്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. മനുവിനോട് ഞാൻ ഒരുപാട് പ്രാവശ്യം അപേക്ഷിച്ചു, എടാ നിൻ്റെ സഹോദരനല്ലേടാ, നിൻ്റെ കൂടപ്പിറപ്പല്ലേ, നീ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കൊണ്ടുപോകാന്ന്. അവന് കേട്ട ഭാവമില്ല. അവൻ പറയുന്നത് ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തിയവൻ അവിടെ കിടന്ന് ശിക്ഷ അനുഭവിക്കണം. അവനെ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി പാവപ്പെട്ട എത്ര പെൺകുട്ടികളുടെ ജീവിതം അവൻ നശിപ്പിക്കുമെന്ന് എങ്ങനെ അറിയാം? അതുപോലെ ഇനി പുറത്ത് നിൽക്കുന്ന ഉമാർക്കൊക്കെ ഒരു പാഠമായിരിക്കണം ഇവൻ്റെ ജീവിതം. ഇവൻ എന്തായാലും അവിടെ കിടന്ന് ശിക്ഷ അനുഭവിച്ചാലേ പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാനിനി ആരോട് പറയാനാ? ശിവേട്ടനാണെങ്കിലും കഴിവിൻ്റെ പരമാവധി നോക്കുന്നുണ്ട് അവനെ പുറത്തിറക്കി കൊണ്ടുവരാൻ. പക്ഷേ ഒന്നും നടക്കുന്നില്ല മോളെ. ഇനി നീയെങ്കിലും ഒന്ന് സഹായിച്ചാൽ അവനെ പുറത്തിറക്കാമായിരുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്താ നിങ്ങൾ ഈ പറയുന്നത്? രോഹിത്ത് കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലായത് കൊണ്ടാണ് അവനെ പുറത്തിറക്കാൻ പറ്റിയത്, അല്ലാതെ ഞാൻ കാരണമൊന്നുമല്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവനും ശിക്ഷിക്കപ്പെടുമായിരുന്നു. ഇത് അവൻ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ ശിക്ഷിക്കുന്നത്? അതൊക്കെ ആദ്യം അവർ മറച്ചു വെച്ചു. പിന്നെ എൻ്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സഹായിച്ചത്. പിന്നെ ഈ നിൽക്കുന്ന ഗ്രേസി ആൻറ്റിയുടെ ഭർത്താവ് മാമച്ചനങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ട് അവനെ പുറത്തിറക്കാൻ സഹായിച്ചു. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് പുറത്ത് മനു നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ മനു കൈയടിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നുണ്ട്. കൊള്ളാം, നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് വന്നതല്ലേ? എനിക്ക് അപ്പോഴേ എന്തോ ഒരു പന്തുകേട് തോന്നി. നിങ്ങൾ എന്തോ ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. അല്ലാതെ നിങ്ങൾ അലീനയോടുള്ള സ്നേഹം, പെട്ടെന്ന് നിങ്ങൾക്ക് അലീനയോട് ഇത്രയും സ്നേഹം ഉണ്ടാവാൻ കാരണം എന്താണെന്നാണ് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴല്ലേ പിടികിട്ടിയത്. മോനെ പുറത്തിറക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കള്ള അടവുന്നടിച്ച് അവളോടുള്ള സ്നേഹം കാണിച്ച് നിങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നതല്ലേ? ബാലചന്ദ്രൻ അങ്കിൾ ഇത് അറിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളെ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു അടിയും തന്ന് പറഞ്ഞു വിടും. ഞാൻ എൻ്റെ അമ്മയായിപ്പോയി, അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോടൊന്നും തിരിച്ചു പറയാത്തത് എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, ഞാൻ പിന്നെ എന്താടാ ചെയ്യേണ്ടത്? എനിക്ക് അവനും നീയും എല്ലാം ഒരുപോലെ തന്നെയാണ്. എനിക്കങ്ങനെ രണ്ടായിട്ട് കാണാൻ കഴിയുമോ? അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കരുതിയിട്ട് ഒരമ്മയായി എനിക്കവനെ തള്ളിക്കളയാൻ പറ്റുമോ? നിന്നെക്കൊണ്ടും നിൻ്റെ അച്ഛനെ കൊണ്ടും ഒക്കെ അങ്ങനെ പറ്റുമായിരിക്കും, പക്ഷേ എനിക്കതിനെ സാധിക്കില്ല. എനിക്കെൻ്റെ മോനെ കാണണം. ഞാൻ പല വിധത്തിൽ ശ്രമിച്ചു. നീയും ശിവേട്ടനും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവനെ കാണാൻ ശ്രമിച്ചിട്ട് പോലും നടന്നില്ലല്ലോ. പക്ഷേ ഈ കുട്ടി അവിടെ ചെന്ന് രോഹിത്തിനെ പുറത്തിറക്കി കൊണ്ടുവന്നില്ലേ? അതുകൊണ്ട് അവൾക്ക് കഴിയും എൻ്റെ ഹരിയെയും പുറത്തിറക്കി കൊണ്ടുവരാൻ. അപ്പോൾ മനു പറയുന്നുണ്ട്, അലീന പുറത്തിറക്കി കൊണ്ടുവന്നു, അത് ശരി തന്നെയാണ്. പക്ഷേ രോഹിത്ത് കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ പുറത്തിറങ്ങിയത്. ഇവനാണെങ്കിലോ, ഇവൻ ആ പെണ്ണിനെ പിച്ച് ചീന്തി, എന്നിട്ട് ബാക്കി കൂട്ടുകാരെയും കൂടെ വിളിച്ചു വരുത്തി. അപ്പോൾ അതും പ്രണയം നടിച്ച് ആ ഒരു കുട്ടിയുടെ ജീവിതം അവനായിട്ട് തകർത്തില്ലേ? അപ്പോൾ ഇതെല്ലാം അവൻ ചെയ്തിട്ട് അവനെ പുറത്തിറക്കി കൊണ്ടുവരണമെന്നോ? അത് ആരെ കൊണ്ടോ ഇനി സാധിക്കില്ല. അവൻ എന്തായാലും അവന് വിധിച്ച ശിക്ഷ അവിടെ കിടന്ന് അനുഭവിക്കേണ്ടി വരും. അല്ലാതെ നിങ്ങളിനി അലീനയുടെ കാല് പിടിച്ചിട്ടോ കൈ പിടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നിങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അതിനൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ, ഞാൻ അലീനയോടാണ് ചോദിച്ചത് അവൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ എന്ന്. അപ്പോൾ അലീന അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, ആൻറ്റി എന്തായി പറയുന്നത്? ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ മകനെ ഇറക്കിക്കൊണ്ട് വരുന്നത്? രോഹിത്ത് കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് പോലീസിൻ്റെ അന്വേഷണത്തിൽ അവർക്ക് വ്യക്തമായി മനസ്സിലായി. ആ പെൺകുട്ടിയെ അവൻ പിച്ച് ചീന്തുന്ന സമയത്ത് രോഹിത്ത് അവിടെ ഇല്ലായിരുന്നു. അവൻ
വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവനെ പിന്നെ എങ്ങനെയാണ് പ്രതിയായിട്ട് കൂട്ടിച്ചേർക്കുന്നത്? അവൻ അവിടെ പോയിരുന്നു, പക്ഷേ ആ പെൺകുട്ടിയുടെ ദേഹത്ത് അവനൊന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല. അവൻ പേടിച്ച് ആ വീട്ടിലേക്ക് വന്നതായിരുന്നു. ആ സമയത്ത് ഞങ്ങളവിടെ ഉണ്ടായിരുന്നതാണ്. അവൻ്റെ ആ ഒരു മുഖത്തെ പേടിയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നി എന്തോ ഒരു അപകടത്തിൽ അവൻ ചാടിയിട്ടുണ്ടെന്ന്. പിന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നതും അവൻ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കേണ്ടി വന്നതും. അല്ലാതെ കുറ്റം ചെയ്തവനെ ഞാൻ ഒരിക്കലും പുറത്തിറക്കിക്കൊണ്ട് വന്നതല്ല എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട് വീണ്ടും, മോളെ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് നീ പുറത്തിറക്കണം. അപ്പോൾ അലീന പറയാണ്, നിങ്ങളെന്നോട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? നിങ്ങളുടെ മകൻ കുറ്റം ചെയ്തത് കൊണ്ടല്ലേ അവൻ സ്റ്റേഷനിൽ കിടക്കുന്നത്. ഇവിടെ രോഹിത്താണെങ്കിൽ ഒരു കുറ്റവും ചെയ്യാത്തത് കൊണ്ടാണ് മാമച്ചൻ അങ്കിളിൻ്റെ, ഈ നിൽക്കുന്ന മാമച്ചൻ അങ്കിളിൻ്റെ ഫ്രണ്ടായിരുന്നു അവിടുത്തെ DGP. അങ്ങനെയാണ് അദ്ദേഹം വന്നിട്ട് രോഹിത്തിനെ പുറത്തിറക്കി കൊണ്ടുവന്നത്. അല്ലാതെ അവൻ തെറ്റ് ചെയ്തിട്ട് പുറത്തിറക്കിയതല്ല. മാമച്ചൻ അങ്കിളാണെങ്കിലും റിട്ടയേർഡ് ആയിട്ടുള്ള ഒരു എക്സ് മിലിറ്ററി ഓഫീസറാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ആ ഒരു പ്രവൃത്തി ചെയ്യില്ല. അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു അവൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിന് മുൻകൈയെടുത്തത്. പക്ഷേ ഹരിയാണെങ്കിലോ അവൻ കുറ്റം ചെയ്തു, മറ്റു ആൾക്കാരെ കൂടെ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് ഒരിക്കലും അവനെ പുറത്തിറക്കാൻ കഴിയില്ല ആൻറ്റി. കോടതിയിൽ നിന്നും എന്ത് ശിക്ഷയാണോ അവന് കിട്ടുന്നത് അതവൻ അനുഭവിച്ചേ മതിയാവൂ. അന്ന് അവൻ രോഹിത്തിനെ പ്രേരിപ്പിച്ച് തന്നെയാണ് രണ്ടുപേരും കൂടെ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത്. അന്ന് ഞാൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അന്ന് രോഹിത്തിനെ പ്രേരിപ്പിച്ചതും ഇവൻ തന്നെയാണ്. അന്നെങ്കിലും അവൻ ഈ ഒരു പാഠം പഠിക്കണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ അവനെ വെറുതെ വിട്ടു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മറ്റൊരു കുട്ടിയുടെ ജീവിതം അവൻ നശിപ്പിച്ചത്. പിന്നെ നേരത്തെ മനുവേട്ടൻ പറഞ്ഞത് എത്രയോ ശരിയാണ്. നിങ്ങളാണ് അവനെ വളർത്തി വലുതാക്കി നശിപ്പിച്ചത്. അവൻ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ അതിനെല്ലാം തലയാട്ടി സമ്മതം മൂടി. അവനെ ഒന്ന് ശിക്ഷിക്കാനോ അവനെ നേർവഴിക്ക് കൊണ്ടുവരാനോ നിങ്ങൾ ശ്രമിച്ചില്ല. അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണെന്ന് അവനോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മകൻ ഇന്ന് ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. ഒരമ്മയാണ്, നല്ലൊരമ്മയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവനെ നേർവഴിക്ക് നയിച്ചില്ല? മനുവേട്ടൻ എന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയായിരിക്കും ഇത്രയും നല്ലൊരു മനുഷ്യനായി മാറിയത്. നിങ്ങൾ അല്ലാതെ നിങ്ങൾ മനുവേട്ടനെ വളർത്തി അത്ര നല്ലതാക്കിയതൊന്നുമല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് മനുവിൻ്റെ മുഖത്തേക്ക് അവളിങ്ങനെ സങ്കടത്തോടു കൂടി നോക്കുന്നുണ്ട്. അലീന വിചാരിച്ചാലും ഇനി തൻ്റെ മകനെ പുറത്തിറക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് കമൽ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആ സമയത്ത് റൂമിൻ്റെ പുറത്ത് നിൽക്കുന്ന രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസിയും കൂടെ അലീനയെ കാണാൻ വേണ്ടി റൂമിലേക്ക് വീണ്ടും കയറുന്നുണ്ട്. അപ്പോൾ അലീന ഇവിടെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചിയോട് ഞാൻ ഇനി ഒരു കാര്യം പറയാം. ഇനി ചേച്ചി അവിടെ നിൽക്കേണ്ട കാര്യമില്ല. നെടുമ്പറക്കൽ തറവാട്ടിലേക്ക് ചേച്ചി ഇനി ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇനി ചേച്ചി കുറച്ച് നാൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം. എത്ര പ്രാവശ്യം ഞങ്ങൾ ചേച്ചിയോട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലേക്ക് വാന്ന്. അപ്പോഴെല്ലാം എൻ്റെ അമ്മയാണെന്നും അച്ഛനാണെന്നും എൻ്റെ സഹോദരങ്ങളാണെന്നും എന്നൊക്കെ പറഞ്ഞല്ലേ ചേച്ചി അവിടെ ഇത്രയും നാളും കടിച്ചു തൂങ്ങി നിന്നത്. ഇപ്പോൾ കണ്ടില്ലേ സഹോദരങ്ങളും അമ്മയും കൂടെ തന്ന പ്രതിഫലം എന്താണെന്ന്. ഇനിയെങ്കിലും ചേച്ചി കുറച്ചുകൂടെ ഒന്ന് ബോൾഡായി നിൽക്കാൻ പഠിക്കണം. ചേച്ചിക്ക് അവിടെ പറ്റില്ലെങ്കിൽ ചേച്ചി ഞങ്ങളുടെ കൂടെ വാ. ആൻറ്റിയും അങ്കിളും ഒക്കെ ചേച്ചിയെ പൊന്നുപോലെ നോക്കും. എത്ര പ്രാവശ്യമായി വിളിക്കുന്ന ചേച്ചി, വാ ചേച്ചി എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ചിരി വരുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, നീ ഇപ്പോൾ വലിയൊരു കുട്ടിയെ പോലെയാണല്ലോ സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി എന്നെ കളിയാക്കുകയെന്ന് വേണ്ട. ഞാൻ എത്രയോ പ്രാവശ്യം ചേച്ചിയോട് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് നിൽക്കാൻ. അപ്പോഴൊന്നും ചേച്ചി കേട്ടില്ലല്ലോ. ചേച്ചിയുടെ അമ്മയാണെന്നും അമ്മയോടുള്ള സ്നേഹം കാരണമൊക്കെ അല്ലേ ചേച്ചി അവിടെ നിന്നത്. എന്നിട്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അവർക്ക് ചേച്ചിയെ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ കൃഷ്ണമോളും അടുത്ത് നിൽക്കുന്നുണ്ട്. കൃഷ്ണമോളും പറയുന്നുണ്ട്, ശരിയാ ചേച്ചി, എന്താ നമ്മളെ അമ്മ ഇങ്ങനെ ആയിപ്പോയത്? എല്ലാ മക്കളെയും അവരുടെ അമ്മമാരെ എന്തുമാത്രം സ്നേഹിക്കുന്നു. എന്നിട്ട് ചേച്ചിയോട് എൻ്റെ അമ്മയ്ക്ക് ഇത്രയും ദേഷ്യം. എത്ര സ്നേഹിച്ചതാ ചേച്ചി അമ്മയെ. എന്നിട്ട് അമ്മയ്ക്ക് ആ ഒരു സ്നേഹമൊന്നും ചേച്ചിയോടില്ലല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ എല്ലാ മക്കളോടൊക്കെ അമിതമായ സ്നേഹമുണ്ട്. പക്ഷേ അമ്മയ്ക്ക് എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പോട്ടെ, സാരമില്ല, എന്നെങ്കിലും കഴിയുമായിരിക്കും. എന്നിട്ട് അലീന ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കൃഷ്ണമോള് പറയുന്നുണ്ട്, സാരമില്ല ചേച്ചി, ചേച്ചിയെ അമ്മയല്ലേ മനസ്സിലാക്കാഞ്ഞുള്ളൂ. പക്ഷേ അച്ഛന് ചേച്ചി എന്തുമാത്രം ഇഷ്ടമാണ്. അച്ഛൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് ചേച്ചിക്ക് അറിയാവോ? എനിക്ക് അലീനയെ പോലെ ഒരു മോള് മാത്രം മതിയെന്നായിരുന്നു. അപ്പോൾ അലീന ചേച്ചിയെ മാത്രം അച്ഛനെ സ്നേഹിക്കാമല്ലോ. അച്ഛൻ്റെ സ്നേഹം മുഴുവനും അലീന ചേച്ചിക്ക് തരായിരുന്നു എന്ന്.
അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാടി മോളെ എനിക്കിങ്ങനെ ഒരു പുന്നാര അനിയത്തെ കിട്ടിയത്, അപ്പോൾ ഞാൻ മാത്രമായിരുന്നെങ്കിലോ എന്ന് പറയുമ്പോൾ കൃഷ്ണമൊക്കെ വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടിയും ഗ്രേസിയും പറയുന്നുണ്ട്, മോളെ ഞങ്ങൾ ഇറങ്ങുവാണേ, ഡിസ്ചാർജ് ആയി വരുന്ന സമയത്ത് രേവതിക്കുട്ടി പറഞ്ഞതുപോലെ നിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. അവൾ പറഞ്ഞതിലും കാര്യമില്ലേ, എത്ര നാളായി നീ ഈ ദുഃഖങ്ങളെല്ലാം സഹിച്ച് അവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നു. നിന്റെ അമ്മയ്ക്കാണെങ്കിലും നിന്നെ മനസ്സിലാവുന്നില്ല, അവർ എന്ത് ക്രൂരതയാണ് നിന്നോട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും രേവതിക്കുട്ടി പറഞ്ഞതുപോലെ നീ ഞങ്ങളോടൊപ്പം വാ, ഞങ്ങൾ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് അലീനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് രേവതി ചേച്ചിയാണോ എന്നെയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ അലീന ചെറിയ പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട്, എനിക്ക് 2 പേരെ ഇഷ്ടമാണ് മോളെ. രേവതിക്കുട്ടിയുടെ ചേച്ചി മാത്രമല്ല, ഒരമ്മ കൂടെ ആയിരുന്നു ഞാൻ. അവൾ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ കൈകളിൽ കിട്ടിയതാ. അന്ന് മുതൽ അവൾ എന്നെ ഒരു ചേച്ചിയായും അച്ഛനായും സഹോദരിയായും അതുപോലെ അമ്മയായും എല്ലാം കണ്ടിട്ടുള്ളതാ. അവളെ കുളിപ്പിക്കുന്നതും അവളെ പഠിപ്പിക്കുന്നതും അവളെ ഡ്രസ്സിട്ട് കൊടുക്കുന്നതും അവളുടെ കളിക്കുന്നതും എല്ലാം ഞാനായിരുന്നു. അന്ന് കുഞ്ഞിലെ മുതൽ അവൾ എന്നെ കാണുന്നതല്ലേ, അപ്പോൾ ഞാനായിരുന്നു അവൾക്ക് എല്ലാം. അതുപോലെ എനിക്കും അവൾ തന്നെയായിരുന്നു എൻ്റെ എല്ലാം. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നിന്നെയും കിട്ടിയില്ലേ, ഇത്രയും ചേച്ചിയെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞനിയത്തിയെ കിട്ടിയില്ലേ, നീയും അവളും ഒക്കെ എനിക്ക് ഒരുപോലെ തന്നെയാ മോളെ എന്ന് പറയുമ്പോൾ മനു റൂമിൻ്റെ പുറത്ത് നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് അകത്ത് കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ചേച്ചി അനിയത്തിയും തമ്മിൽ ഒരു കുശലാന്വേഷണം? അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് മനുവേട്ടാ, വേറൊന്നുമല്ല, നമ്മുടെ കൃഷ്ണമോൾക്ക് ഒരു സംശയം, എനിക്ക് രേവതിക്കുട്ടിയാണോ കൃഷ്ണമോളെയാണോ കൂടുതൽ ഇഷ്ടമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തതാ, 2 പേരും എനിക്ക് ഒരുപോലെയാണ്. രേവതിക്കുട്ടി പണ്ട് മുതലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്, അവൾക്ക് ഞാനൊരു അമ്മയെ പോലെ ആയിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അല്ല മനുവേട്ടാ, എനിക്കൊരു സംശയമായിരുന്നു, അലീന ചേച്ചിക്ക് എന്നെയാണോ രേവതി ചേച്ചിയാണോ കൂടുതൽ ഇഷ്ടമെന്ന്. ഞാനതിങ്ങനെ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ എനിക്ക്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഉണ്ടായിട്ടല്ല, കുശുമ്പൊന്നും ഉണ്ടായിട്ടല്ല അല്ലേ, വെറുതെ അറിയാൻ ചോദിച്ചതാ, ചുമ്മയാ മനുവേട്ടാ, ഇവക്ക് ചെറിയ കുശുമ്പൊക്കെ ഉണ്ട്, എനിക്ക് രേവതിക്കുട്ടിയോടാണ് കൂടുതൽ ഇഷ്ടമെന്നൊക്കെ വിചാരിച്ചിട്ട്. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലടി മോളെ, നീയും അവളും ഒക്കെ എനിക്ക് ഒരുപോലെ തന്നെയാണ്, എൻ്റെ കുഞ്ഞു പെങ്ങളല്ലേ നിങ്ങൾ 2 പേരും. അങ്ങനെ അവർ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മനുവിനെ ബാലചന്ദ്രൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മനു, നിന്നോട് ഞാനൊരു കാര്യം പറയാം, അത് നീ അലീനയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഞാൻ പറഞ്ഞാൽ അവൾ ഒരു പക്ഷേ കേൾക്കില്ല, നീ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവൾ കേട്ടെന്നിരിക്കും. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എന്താ അങ്കിള് പറഞ്ഞോ, ഞാൻ അവളെ കൊണ്ട് സമ്മതിപ്പിക്കാം. അല്ല മനു, വേറൊന്നുമല്ല, ഈ ഒരു സാഹചര്യത്തിൽ അവളിനി തിരിച്ച് നെടുമ്പുരയ്ക്കൽ തറവാട്ടിലേക്ക് വരുന്നത് ഇപ്പോൾ ശരിയല്ല. അവളുടെ രോഗമെല്ലാം ഭേദമായിട്ട് അവൾ വന്നാൽ മതി. അതുകൊണ്ട് രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടാം. ഈ കാര്യം നീ തന്നെ അവളോട് പറയണം, എനിക്ക് അവളോട് പറയാൻ പറ്റില്ല. അപ്പോൾ മനു പറയുന്നുണ്ട്, അത് സാരമില്ല അങ്ങളെ, ഞാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടല്ലോ, അവൾ അതുപോലെ ചെയ്തോളും. അങ്ങനെ മനു അലീനയോട് വന്ന് പറയുന്നുണ്ട്, അങ്കിള് പറഞ്ഞത് നിന്നെ കുറച്ച് നാളത്തേക്ക് രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാമെന്നാണ്. ഈ ഒരു സ്ഥിതിയിൽ നിൻ്റെ രോഗാവസ്ഥ പൂർണ്ണമായും മാറുന്നതിന് മുമ്പ് നിന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ വൈജയന്തി ആൻറ്റിയൊക്കെ ഇനി എങ്ങനെയായിരിക്കും നിന്നോട് പെരുമാറുക എന്ന് അങ്കിളിന് പേടിയുണ്ട്. അതുകൊണ്ടാണ് നിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് പറയുന്നത്. നിൻ്റെ രോഗമൊക്കെ പൂർണ്ണമായും ഭേദമാവട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നീ ആർക്കൊക്കെ വച്ച് വിളമ്പി കൊടുക്കും, നിനക്കൊരു സമാധാനവും കിട്ടില്ല. നീ കുറച്ച് നാളത്തേക്ക് രേവതിക്കുട്ടിയുടെ അവിടെ ചെല്ല്, അവരാകുമ്പോൾ നിന്നെ അവർ ഗ്രേസി ആൻറ്റിയും മാമച്ചനങ്ങളും ഒക്കെ പൊന്നുപോലെ നോക്കും. അപ്പോൾ അലീന പറയുന്നുണ്ട്, ശരി മനുവേട്ടാ, എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല, അച്ഛൻ എന്തെങ്കിലുമൊക്കെ നന്മ കണ്ടിട്ടേ ഓരോ കാര്യങ്ങൾ പറയുള്ളൂ. അച്ഛനും ഒരുപാട് വിഷമം കാണും ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിൽ. സാരമില്ല, അച്ഛന് പറയാൻ പറ്റിയില്ലെങ്കിലും മനുവേട്ടന് പറഞ്ഞ് ഏൽപ്പിച്ചതാണല്ലേ. എനിക്കറിയാം അച്ഛൻ്റെ മനസ്സ്, അച്ഛൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എനിക്കാരോടും ദേഷ്യമില്ല. അച്ഛൻ പറയുന്നത് പോലെ ഞാൻ രേവതിക്കുട്ടിയുടെ അടുത്ത് നിന്നോളാം, എൻ്റെ രോഗമൊക്കെ ഭേദമായിട്ട് ഞാൻ തിരിച്ചു വരാം. ഇതൊക്കെ കൃഷ്ണമോള് നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾക്ക് വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. ചേച്ചി പോവുകയാണോ, രേവതി ചേച്ചിയുടെ അടുത്തേക്ക് പോവുകയാണോ?
അപ്പോൾ ഇങ്ങോട്ട് ചേച്ചി തിരിച്ചു വരില്ലേ? ചേച്ചി അവിടെ പോയി നിൽക്കുമ്പോൾ ഞങ്ങളെയൊക്കെ മറക്കുമോ? എനിക്ക് ചേച്ചിയെ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്താടി മോളെ നീ ഈ പറയുന്നത്? ഞാൻ ഈ പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരൂലേ, പിന്നെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ചേച്ചി അങ്ങനെ നിങ്ങളെ മറക്കുമോ? എനിക്കങ്ങനെ നിന്നെ മറക്കാൻ പറ്റുമോ മോളെ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അങ്ങനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണിത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴ തോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബൈ.